നമസ്കരിക്കുന്നവർക്ക് നാശമാണ്, വൈലെന്ന നരകമാണ്, ഭാഗമാണ്. എങ്ങനെ നമസ്കരിക്കുന്നവരാണ് മടിയോടുകൂടി, അലസതയോടുകൂടി, അലംഭാവത്തോടുകൂടി നമസ്കാരത്തെ കാണുന്നതായ സഹോദരനുണ്ടോ അവർക്ക് നാശമാണ്, നരകമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. വഇദാ ഖാമൂ ഇലസ്സലാ وَإِذَا قَامُوا إِلَى الصَّلَاةِ قَامُوا كُسَالَى. നിസ്കരിക്കാൻ നിന്നാൽ മടിയാണ്, അലസതയാണ്. തീർന്നില്ല. യുറാഊന അന്നാസ്, ജനങ്ങളെ കാണിക്കാനുള്ളതാകുന്ന ശൈലിയാണ്, നിസ്കാരമാണ്. ആളുകളെ കാണിക്കാൻ വേണ്ടിയുള്ള പത്രാസാണ്. ആ നിലയിൽ നമസ്കരിക്കുന്നതായ ആളുകളാണ് അവർ മുനാഫിഖാൻ. യഥാർത്ഥ മുഅ്മിനല്ല, ഈമാൻ പൂർണ്ണമല്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അല്ലാഹുവിനെ വളരെ കുറഞ്ഞ സമയം മാത്രമേ ഓർക്കുന്നുള്ളൂ, മാത്രമേ അല്ലാഹുവിനെ സ്മരിക്കുന്നുള്ളൂ. അത്തരക്കാരായ ആളുകളുടെ രീതിയാണ് പറയുന്നത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിസ്കാരം മതിയാക്കാം. നിസ്കരിക്കാൻ വേണ്ടി ഉമ്മ പറയുന്നു, 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ആ പറഞ്ഞ അതേ സ്ഥലത്ത് തന്നെ ഉണ്ട് അവന്. അവിടെ നിസ്കരിച്ചില്ലേ, നിസ്കാരം കഴിഞ്ഞ് 2 മിനിറ്റിനുള്ളിൽ തലകുത്തി മറന്നിട്ട് പെട്ടെന്ന് ചെയ്തു വരികയാണ്, പെട്ടെന്ന് കാട്ടിക്കൂട്ടി വരിക. ഇതിന് സ്ത്രീകളുണ്ട്, നമ്മുടെ പെൺമക്കളും ഉണ്ട്, നമ്മുടെ ആൺമക്കളും ഉണ്ട്. പെട്ടെന്ന് നിസ്കരിച്ചിട്ട് വരിക. വളരെ കുറഞ്ഞ സമയമേ അള്ളാഹുവിനെ ഓർക്കൂ. ഇത് ആരുടെ ലക്ഷണമാണ്? മുനാഫിക്കിന്റെ ലക്ഷണമാണെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപ്പൊ 3 അടയാളങ്ങളായി ഇപ്പൊ പറഞ്ഞത് മുനാഫിഖീങ്ങൾ നിസ്കാരത്തിന്റെ വിഷയത്തിൽ. ഒന്ന്, അവർ അലസതയാണ്, മടിയായിരിക്കും. നിസ്കരിക്കാൻ പറയുമ്പോൾ ഭയങ്കര മടി. ബാക്കിയുള്ളതിനൊക്കെ ഓക്കെ. 10 മിനിറ്റ് സിനിമ കാണണമെന്ന് പറഞ്ഞാൽ 10 അല്ല 15 മിനിറ്റ് കാണും. മൊബൈലിൽ ഒരു 5 മിനിറ്റ് കൊടുത്തേക്കാൽ ഗെയിം കളിക്കാൻ വേണ്ടി. 5 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു തരണമെന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് കഴിയുമ്പോൾ തരുമോ? അവസാനം ഉമ്മ പോയി വഴക്കിട്ട് വാങ്ങേണ്ടി വരികയാണ്. അതേസമയത്ത് 5 മിനിറ്റ് നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് കൊണ്ട് നിസ്കരിച്ചിട്ട് തിരിച്ചു വരും. അതാണ് നിസ്കാരത്തോട് മാത്രം അലംഭാവം. രണ്ടാമത്, നിസ്കാരത്തെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യാൻ. 10 പേരെ കാണുകയെ നിസ്കരിക്കാൻ. അതാണ് ലക്ഷ്യം, ആളുകൾ കാണട്ടെ എന്നുള്ള നിയത്താണ്. ചില കണ്ടില്ലേ, ജുമായ്ക്ക് തന്നെ വന്നിട്ട് ളുഹ്ർ നിസ്കരിക്കുന്നതാണ്, ജുമായ്ക്ക് വന്നിട്ട് സുബൈ നിസ്കരിക്കുന്നതാണ്. സുബൈ വന്ന് നിസ്കരിക്കുകയാണ്, ജുമായ്ക്ക് ഇമാമിന്റെ മെമ്പറിന്റെ അടുത്ത് വന്ന് 2 കൈ ഉയർത്തി കുനൂത്ത് ഓതി ആചാര്യം കാര്യമായിട്ട്. സുബൈ നിസ്കരിക്കുന്ന ആളാന്ന് അറിയിക്കുകയാണ്. എപ്പോഴാ? ജുമായുടെ സമയത്ത്. അങ്ങനത്തെ ഹംക്കുകൾ വരെ നമ്മുടെ നാട്ടിലുണ്ട്. അള്ളാഹു ആക്കട്ടെ. ഒരു ബോധമില്ലാത്ത ആളുകൾ, എത്രയോ ആളുകളുണ്ട് 2 കൈ ഉയർത്തിട്ട് അപ്പം വന്ന് നിൽക്കുകയാണ്, കുനൂത്ത് ഓതിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളെ കാണിക്കുകയാണ്, പത്രാസ് കാണിക്കുക. ചിലര് സുരത്ത് നിസ്കരിക്കാൻ അപ്പം ആ മെമ്പറിന്റെ സമയത്ത് തന്നെ വരികയാണ്. ഇമാം ഒന്നില്ലെങ്കിൽ തന്നെ നസീഹത്ത് കൊടുത്തോണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഹുതുബ ഓതിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതിന്റെ ഇടയിൽ വന്നിട്ട് ഫ്രണ്ടിൽ വന്നിട്ട് നിസ്കരിക്കുന്ന ആളുകൾ. 10 പേരെ കാണിക്കണം, പത്രാസ് കാണിക്കണം എന്നൊന്നിലേക്ക് അമൽ ചെയ്യുന്നത് ഏറ്റവും വലിയ പാതകമാണ്. മനസ്സിലായിക്കോ. ഒരിക്കൽ തന്നെ പ്രിയപ്പെട്ടതാകുന്ന സഹാബത്തിന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലുന്നു. ദജ്ജാലിനെ കുറിച്ചുള്ള ചർച്ചയാണ്. ദജ്ജാലിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് ഞങ്ങൾ നിലകൊള്ളുമ്പോ സഹാബത്ത് പറയുകയാണ്, ഞങ്ങൾക്കിടയിലേക്ക് റസൂലുള്ളാഹി കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബ, ഈ ദജ്ജാലിനേക്കാൾ ഏറ്റവും വലിയ നാശമാണ് നിങ്ങളെ മേൽ ഞാൻ ഭയക്കുന്നത്. അത് രഹസ്യമായുള്ള ശിർക്കാണ്, അല്ലാഹുവിനോട് പങ്കു ചേർത്തുള്ള ആരാധനയാണ്. നബിയുനാ റസൂലുള്ളാഹി ഏറ്റവും കൂടുതൽ ഭയക്കുന്നതായ ആളാണ് ദജ്ജാല്. ദജ്ജാലിനെ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടതായ വ്യക്തിയുമാണ്. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ സമുദായത്തോടും അല്ലാഹു മുഖേന കൽപ്പിച്ച കാര്യം പറഞ്ഞത്, ഇല്ലാ വഖദ് അൻദറ ഖൗമഹു അൻ മസീഹി ദജ്ജാൽ.
ലോകത്ത് കടന്നു വന്നിട്ടുള്ളതാകുന്ന എല്ലാ അംബിയാ മുർസലീങ്ങളും അവരുടെ സമുദായത്തിന് അവസാന കാലഘട്ടത്തിൽ കടന്നു വരുന്നതായ ദജ്ജാലിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു അത്രേ. കാരണം ദജ്ജാല് നിസാരനല്ല. ലോകമൊട്ടാകെ വലിയ നാശം വിതയ്ക്കുന്ന വ്യക്തിയാണ്. ഈ ദജ്ജാല് കടന്നു വരുന്നു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിലാണ്, അവസാന കാലഘട്ടത്തിലാണ് കടന്നു വരുക. എന്നിട്ടും മുൻഗാമികളായ സർവ്വ അംബിയാ മുർസലീങ്ങളും അവരുടെ സമുദായത്തിന് ഇത് പഠിപ്പിച്ചു കൊടുത്തത് ഫിത്നയുടെ ആളാണ് ദജ്ജാലെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ ഇന്ന് അഹ്ലു സുന്നയുടെ പ്രവർത്തകരായ നമ്മൾ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഇശ നമസ്കരിച്ചിട്ടും ആ ഇശയുടെ അവസാനത്തെ തഹിയ്യാത്തിനും നിസ്കാരത്തിന്റെ എല്ലാ അവസാനത്തെ തഹിയ്യാത്തിനും നമ്മൾ കാവൽ തേടുന്നത് ആ ദജ്ജാലിനെ കുറിച്ചുള്ള കാവൽ തേട്ടമാണ്. اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേന്ന് ഓരോ വിശ്വാസിനികൾ ഇന്നും ഇതാ നിസ്കരിക്കുമ്പോ അവസാനത്തെ തഹിയ്യാത്തിൽ വെച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് തേടുകയാണ്. റസൂലുള്ളാഹി പറയുകയാണ്, ദജ്ജാലിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വഹാബത്തിനോട് റസൂലുള്ളാഹി പറയുന്നു, ഞാൻ ഏറ്റവും കൂടുതൽ ദജ്ജാലിനേക്കാൾ നിങ്ങൾക്കിടയിൽ ഭയക്കുന്നത് രഹസ്യമായുള്ള ശിർക്കാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖാലൂ സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, വമശ്ശിറുകുൽ ഖഫിയ്യു യാ റസൂലല്ലാഹ്, ഏതാണ് നബിയേ രഹസ്യമായി ശിർക്കെന്ന് പറയുമോ റസൂലേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒരു വ്യക്തി നമസ്കരിക്കുമ്പോ മറ്റൊരാള് കാണുകയാണ് നമസ്കരിക്കുന്നത് എങ്കിൽ കൂടുതലായിട്ട് മുൻകൂട്ടി അതിനെ കൂടുതലായി ഒന്ന് നന്നാക്കി നമസ്കരിക്കാൻ പരിശ്രമിച്ചാൽ അത് പറഞ്ഞ ശിർക്കുൽ ഖഫിയ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആളുകളെ കാണിക്കാൻ വേണ്ടിയുള്ള നിസ്കാരം, ആളുകളെ കാണിക്കാൻ വേണ്ടിയുള്ള അമലുകൾ ദജ്ജാലിനേക്കാൾ വലിയ നാശമാണ് നിങ്ങൾക്കതിൽ ഉണ്ടാവുക. ഹബീബുനാ റസൂലുള്ളാഹി. എന്തുകൊണ്ട്? നിസ്കാരം എന്ന് പറയുന്നത് അല്ലാഹുവുമായിട്ടുള്ള മുനാജാത്താണ്, രഹസ്യ ഭാഷണമാണ്. അത് മറ്റൊരാളെ കാണിച്ച് ജനങ്ങളെ അറിയിച്ച് അവർക്ക് മുമ്പാകെ കാണിച്ച് കൂടുതൽ മുൻചാക്കി ചെയ്യാനുള്ളതല്ല, അല്ലാഹുവിനെ കാണിക്കാനുള്ളതാണ്. റബ്ബിനാണത് സമർപ്പിക്കേണ്ടത്, അല്ലാഹുവിനെ കാണിക്കാന്നുള്ള ലക്ഷ്യമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉമ്മ നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു. അപ്പൊ മകള് മുസല്ലേ തന്നെ നിസ്കരിച്ച് കഴിഞ്ഞിട്ടും ഉമ്മ ആ വഴിക്കൊന്നും വരുന്നില്ല, നിസ്കരിച്ചെന്ന് വരുത്തും വേണം. അപ്പൊ ഉമ്മയുടെ കാലനൊക്കെ കേട്ടു. അപ്പൊ കുറച്ചു നേരം കൂടെ സുജൂദി കടന്നു. കാരണം എന്താ, ഉമ്മ ഒന്ന് കണ്ടോട്ടെ നമ്മളിവിടെ നിസ്കരിക്കാന്ന്. അപ്പൊ ഉമ്മ ഇത്രയും നേരം സുജൂദി കൊള്ളാലോ. അന്നാ 2 മുട്ട കാര്യമായിട്ട് കൊടുത്തേക്കില്ല അവർക്ക് നോമ്പ് ഉറങ്ങി. ഞാനിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് കാണിക്കാൻ വേണ്ടി. ആണുങ്ങളാണെങ്കിലും ബിരുദന്മാര് നേരത്തെ തന്നെ മുസല്ലയൊക്കെ വിരിച്ചിട്ട് കാര്യമായിട്ട് നിസ്കാരം ഒന്നുമില്ല, അവിടെ ഇങ്ങനെ റാഹത്തായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ തെയ്യാത്തിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുകയാണ്. അവസാനത്തെ തെയ്യാത്തിലെ കാലൊക്കെ വെച്ച് സെറ്റായിട്ട് ഇരിക്കുക. അപ്പൊ ഉമ്മ അതിലേക്ക് വരുമ്പോഴത്തേക്ക് തഹിയ്യ വിരലൊന്ന് ചൂണ്ടിയേക്കും, തഹിയ്യാത്തിന് മുബാറകാത്തു. അപ്പൊ ഉമ്മ പുറകെ നിൽക്കുന്നുണ്ട്, ഇവര് അനക്കെല്ലാം കാണാം. അപ്പൊ ഉമ്മയെ വലിയ ഇവരെ പഠിപ്പിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഈ പരിപാടി ഇങ്ങനത്തെ കൂടായിട്ട് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയുള്ള പരിപാടികൾ, തരികട നമ്പറുകളൊക്കെ ഇറക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ വലിയ അപകടമാണ്, മനസ്സിലായിപ്പോ. അപ്പൊ ആരെ കാണിക്കാനാണ് ഈ നിസ്കാരം? ഉമ്മയെ കാണിക്കുക, അല്ലെങ്കിൽ വാപ്പയെ കാണിക്കുക, കുടുംബക്കാരെ കാണിക്കുക, ഇങ്ങനെയൊക്കെ. ചിലണ്ടല്ലോ പള്ളി വന്നിട്ട് ഭയങ്കര ഓവർ ഇഖ്ലാസ് കാണിക്കും, ഓവർ കാണിക്കുക. അപ്പൊ പണ്ടത്തെ പോലെ ഒന്നുമില്ല. മുമ്പൊക്കെ തക്ബീർ കെട്ടാൻ നിന്ന് അരമണിക്കൂറാണ് ഇങ്ങനെ വസ്വാസം കാണിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. വെള്ളത്തിനകത്ത് കൈയിട്ടിട്ട് ഇങ്ങനെ ഓളം ഫുള്ള് അടിച്ച് നിലയ്ക്കണം, അപ്പോഴേ പുള്ളിയെ ഒതു കൊടുക്കാൻ വെള്ളം എടുക്കുള്ളൂ. അങ്ങനത്തെ വസ്വാസിന്റെ ആളൊക്കെ ഇപ്പൊ പോയി, അവരൊക്കെ കബറിൽ ഇപ്പോൾ ഉള്ളൂ. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. പണ്ട് ഭയങ്കര വസ്വാസ, വെള്ളം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മുഖത്തോട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ശരിയായില്ല, പിന്നെ നീയത്ത് വെക്കും.
നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി നിസ്കാരത്തെ ഹലാൽ. അപ്പോൾ ഇക്കാമത്ത് കൊടുത്ത് റുക്കുയിലേക്ക് ഇമാം പോയി കഴിയുമ്പോൾ എൻ്റെ എല്ലാ ഹലാലലക്കും തീർന്നിട്ടുണ്ട്. വേഗം തന്നെ ഒതു കൊടുത്ത് വസ്വാസൊക്കെ തീർന്നു. ഇങ്ങനെ വസ്വാസിന്റെ ആളുകൾ വലിയ വിഷയമാണ്. വെള്ളമൊക്കെ ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കണം. റമദാൻ വരെയാണ്. يسن التسليف كل من مغسول وموسوح ويكره الزيادة عليها وحرام إذا كان مصبلا. ഫത്ഹുൽ മുഈൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ ഇമാമികൾ രേഖപ്പെടുത്തി വെച്ചു, യുസന്നു തസ്ലീഫു കുല്ലിൻ മിൻ മഗ്സൂലിൻ വമംസൂഹിൻ, തടവപ്പെടുന്നതും കഴുകപ്പെടുന്നതുമായ അവയവങ്ങൾ 3 പ്രാവശ്യം വീതം ചെയ്യൽ സുന്നത്താണ്. വയുക്റഹു സിയാദതു അലൈഹാ, അതിനേക്കാൾ കൂടുതൽ 1 പ്രാവശ്യം വെള്ളമെടുക്കൽ കറാഹത്താണ്. എപ്പോൾ? സ്വന്തമായി അവന്റെ വീട്ടിൽ നിന്ന് ഉപയോഗിക്കുന്ന വെള്ളം തന്നെ 4ാമത് ഉപയോഗിക്കൽ, അനാവശ്യമായി ഉപയോഗിക്കൽ കറാഹത്താണ്. ഹറാമുൻ ഇദാ കാന മുസബ്ബല, ശരിക്കും മനസ്സിലാക്കണേ. വഹറാമുൻ ഇദാ കാന മുസബ്ബല, പൊതുസ്വത്താണ് എങ്കിൽ, പള്ളിയുടെ വെള്ളമാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ 4ാമത്തെ പ്രാവശ്യം നീ ഉപയോഗിക്കൽ ഹറാമാണ്, നിഷിദ്ധമാണ്, നിനക്ക് ശിക്ഷ കിട്ടാൻ ഹേതുവാണ്. അല്ലാഹു ആക്കുമാറാവട്ടെ. അങ്ങനെയാണ് മസ്അല. നമ്മൾ ഈ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഒഴിക്കുക. 150 രൂപ പള്ളിക്ക് കൊടുക്കുന്നുണ്ടല്ലോ മാസവരി, ഇല്ലെങ്കിൽ 100 രൂപ കൊടുക്കുന്നുണ്ട്, 50 രൂപ കൊടുക്കുന്നുണ്ടെന്ന് കരുതിയിട്ട് ഈ മാസവരി മുതലാക്കാൻ വേണ്ടിയിട്ട് യാ അല്ലാഹ് 3-4 വട്ടം ഫെറാലോലി തേച്ചിട്ട് ആയത്തായിട്ട് ആചാര്യം ഒതുകൊടുക്കുക. ഫേഷ്യൽ ചെയ്യാണ് അവിടെ ഇരുന്നത്. തീരുന്നില്ല. 3 വട്ടമേ ഉപയോഗിക്കാളൂ. 3 വട്ടം ചെയ്യണം, സുന്നത്താണ്. യുസന്നു തസ്ലീസു കുല്ലുൻ മിൻ മഗ്സൂലിൻ വമംസൂഹിൻ, തടവപ്പെടുന്നതും കഴുകപ്പെടുന്നതുമായ അവയവങ്ങൾ. തല തടവുകയാണ്, ചെവി തടവുകയാണ്, മുഖം കഴുകുന്നു, കൈ കഴുകുന്നു, കാല് കഴുകുന്നു. ഈ അവയവങ്ങളൊക്കെ 3 പ്രാവശ്യം വീതം തടവലും കഴുകലും സുന്നത്താണ്. അതിനേക്കാൾ മുകളിൽ 1 പ്രാവശ്യം സ്വന്തം പൈസ കൊടുത്തിട്ട് വീട്ടിൽ നിന്ന് വെള്ളം എടുത്താണെങ്കിൽ പോലും 4ാമത്തെ പ്രാവശ്യം അത് ഉപയോഗിക്കൽ കറാഹത്താണ്. എന്റെ സ്വന്തം വെള്ളമല്ലേ എന്ന് വെച്ചിട്ട് കാര്യമില്ല. ഇതിനൊക്കെ നാളെ ഹിസാബ് ഉണ്ടാവും, മനസ്സിലാക്കണം. 4ാമത്തെ വട്ടം നീ പൊതു സ്വത്തിൽ നിന്നാണ് എടുത്തത്, പള്ളിയിലെ വെള്ളമാണോ, അത് ഹറാമാണ്. നമ്മൾ എത്ര വെള്ളം കളയുന്നു? കാലിങ്ങനെ കഴുകി 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 അവസാനം വെള്ളം തന്നെ നമ്മളോട് പറയാം മതി ഹാജിയാരെ എന്ന് പറയുമ്പോൾ നിർത്തുകയാണ്. അതുപോലെ കഴുകുക. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അവസാനം കാലിന് ഇതെല്ലാം കഴുകിയിട്ട് തിരിച്ചു നോക്കുമ്പോഴത്തേക്കും കണങ്കാലിന്റെ ബാക്ക് ഭാഗം നനഞ്ഞിട്ടുമില്ല. അതാണ് ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പം മേളിൽ തിരിച്ചാൽ താഴെ കൂടെ വെള്ളം വരികയാണ്. തജ്രീമുൻ തഹ്തിയൽ അൻഹാറു എന്നാണ്. ഇവിടെ തിരിക്കുമ്പോൾ അടിയിൽ കൂടെ വെള്ളം വരും. അങ്ങനെ തയ്റ്റുമാണ് ഇപ്പൊ ഇറക്കിയിരിക്കുന്നത്. മേളിൽ തിരിച്ചാൽ മതി, പൈപ്പോടെ തിരിക്കുമ്പോൾ താഴെ കൂടെ ചീത്തയാണ്. അതുകൊണ്ട് എന്തായി, ഇപ്പം ദൽകുൽ അഅ്ല ഇല്ല, അവയവങ്ങൾ തേച്ച് കഴുകുന്നില്ല. മുമ്പ് നമ്മൾ ഇരുന്നിട്ട് എന്ത് ചെയ്യും, കാലിന്റെ വിരലുകളൊക്കെ നല്ല റാഹത്തായിട്ട് ഇടത് കൈ കൊണ്ട് തേച്ച് കഴുകും. അതൊക്കെ സുന്നത്തിൽപ്പെട്ടതാണ്. അതൊക്കെ പോയി, ഉമ്മത്തിൽ നിന്ന് എടുത്തു പോയി. ഇപ്പം ആരങ്ങനെ തേച്ച് കഴുകും? ഒരു തേച്ച് കഴുകലും ഇല്ല, ഒന്നുമില്ല. നമ്മുടെ ഈ കാൽ വിരലുകളുടെ ഇടഭാഗത്ത് വെള്ളം വരുന്നുണ്ടോ, കറക്റ്റാണോ എന്ന് ശ്രദ്ധിക്കണം. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. പലപ്പോഴും ഈ പൈപ്പിലെ വെള്ളം നമ്മൾ തിരിച്ചു വെച്ചിട്ട് കണങ്കാലിന്റെ ഭാഗം കൊണ്ട് നനയ്ക്കുമ്പോൾ വിരലിന്റെ ഇടഭാഗത്ത് കറക്റ്റ് വെള്ളം വന്നിട്ടുണ്ടാവില്ല. അതിന്റെ ഇടയിൽ എവിടെയെങ്കിലും വെള്ളം എത്തിയിട്ടില്ലെങ്കിൽ ഒന്നും പൂർണ്ണമായില്ല. ഒക്കെ വളരെ ശ്രദ്ധിക്കണം. അതിന് മുൻഗാമികൾ ഇതെല്ലാം വെച്ചിരുന്നതാണ്. ചുക്കിച്ചുളുങ്ങിയ ഭാഗങ്ങളൊക്കെ സൂക്ഷിച്ചു കഴുകലും അവയവങ്ങൾ തേച്ച് കഴുകലും ഒക്കെ വളരെയേറെ സുന്നത്തുള്ള കാര്യമാണ്. ഈ സുന്നത്തുകളൊക്കെ ഇന്ന്, ആദാബുകളൊക്കെ ഇന്ന് ശ്രദ്ധിക്കാതെ പോയി ഉമ്മത്ത്. എന്തുകൊണ്ടാ? ഇവിടെ തിരിക്കുമ്പോൾ താഴെ കൂടെ വെള്ളം വരികയാണ്. ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മളെല്ലാം മസലകൾ ആളുകൾക്ക് ഒപ്പിച്ച് ചെയ്തു കൊടുക്കുക. നിന്ന് മൂത്രമൊഴിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ബാത്റൂം ഹാജിയാര് പണിതെടുത്തു. ഹാജിയാര് പണ്ട് KSRTC സ്റ്റാൻഡിലെങ്ങാണ്ട് പോയപ്പോൾ അവിടെ ഇത് കണ്ടു. അപ്പൊ എന്നാ പിന്നെ ഇത് പള്ളി നടപ്പിലാക്കാന്ന് കരുതി പള്ളിയിലും പിന്നെ ആൾക്കാർ ഇത് തന്നെ പരിപാടി. സിബ് തുറക്കുന്നു, യാള നിന്ന് മൂത്രമൊഴിക്കാം. ഇവരെയും ഒന്ന് മൂത്രമൊഴിക്കുന്ന സമയത്ത് അതിൽ നിന്ന് തെറിക്കുക. അങ്ങോട്ട് സൈറൻ അടിക്കുന്നവരടിക്കുകയാണ്. ഇതങ്ങോട്ട് അടിച്ച് 2 തുള്ളി ഇങ്ങോട്ട് തെറിച്ച് ഇവന്റെ നെഞ്ചത്ത്. ഹതീബ് ഹുസൈനെ കെട്ടിപ്പിടിച്ച് 2 മുസാഫത്ത്. അന്നത്തെ ദിവസം എല്ലാവരുടെയും തീരുമാനമായി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇതൊക്കെയാണ് നടക്കുന്നത്. നമ്മളെ ശ്രദ്ധിക്കണേ. ഇത് നിസ്സാര വിഷയമല്ല. കാരണം നിസ്കരിക്കുമ്പോൾ ശരീരം ശുദ്ധിയാകണം, വസ്ത്രം ശുദ്ധിയാകണം, സ്ഥലം ശുദ്ധിയാകണം. ഇതൊക്കെ രജസിൽ നിന്ന് പരിപൂർണമായി മുക്തമാകണ്ടേ? നമ്മളിതെല്ലാം സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുകയാണ്. എന്നാൽ അടച്ചിട്ട നല്ല സൗകര്യമുള്ള ബാത്റൂം നമുക്ക് ചെയ്യാമായിരുന്നു. എത്രയോ മഹല്ലത്തുകൾ അൽഹംദുലില്ലാഹ് പരിശുദ്ധമായ ദീനനുസരിച്ചുകൊണ്ട് ചെയ്യുന്ന എത്രയോ മഹല്ലത്തുകളുണ്ട്. ദീനിന് വിഘാതമായിട്ട് ഇന്ന് പല മഹല്ലത്തുകളും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരാൻ, നിന്ന് മൂത്രമൊഴിക്കുന്ന സംവിധാനം. ചെറുപ്പക്കാരൊക്കെ അതുകൊണ്ട് എന്തായി, നിന്ന് മൂത്രമൊഴിച്ചിട്ട് അവൻ പൂർണ്ണമാകുന്നതിന് മുമ്പ് തന്നെ സിബട്ടിക്ക് പോരുകയാണ്. അപ്പൊ എന്തായി, അല്പം പിന്നെ അതിനകത്ത് എന്തായി, ഒരു സ്വല്പം മൂത്രം ഇങ്ങനെ തെറ്റ് വീഴും. എങ്ങനെ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാലും ഒരല്പം അതിൽ തെറ്റ് വീഴും. 2 തുള്ളി വേണ്ട, 1 തുള്ളി വീണാൽ മതി.
അവന്റെ ഇന്നർ അവയവ ശരീരത്തിലേക്കോ ആ വസ്ത്രത്തിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്കോ വീണാൽ മതി, അവന്റെ നിസ്കാരം പോയി. അള്ളാഹു മുളക്കാക്കട്ടെ. ഒക്കെ വലിയ വിഷയല്ലേ? പരിശുദ്ധമാക്കപ്പെട്ട ജന്നത്തുൽ ബഖീയിലൂടെ നടക്കുമ്പോ രണ്ട് ആളുകളെ ഖബറിൽ ശിക്ഷിക്കുന്നതായി കാണുകയാണ്. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സഹാബാ സഹാബാ ഇന്നഹുമാ ലയഅദബാനി ഫീ ഖബരിഹിമാ. ഈ രണ്ടാളുകൾ ഖബറിൽ ശിക്ഷിക്കുകയാണ്, ശിക്ഷ ചെയ്യപ്പെടുകയാണ്. എന്നാൽ ഇവർ രണ്ടാളുകളും ശിക്ഷിക്കപ്പെടുന്നത് വലിയ കാര്യത്തിലല്ല, വലിയ വിഷയത്തിലല്ല. നമ്മുടെ നോട്ടത്തിൽ പ്രഥമ ദൃഷ്ടിയാൽ വലിയ വിഷയമല്ല. ഒന്നാമത്തെ ആള് മൂത്രമൊഴിച്ചാൽ കൃത്യമായി കഴുകാതെ ചാടി എഴുന്നേറ്റ് പോകുന്നവനാണ് നബിയുനാ റസൂലുള്ളാഹി. അവനെയാണ് ഖബറിൽ അല്ലാഹു ശിക്ഷിക്കുന്നത്. രണ്ടാമത്തത് യേശുവി പറഞ്ഞുകൊണ്ട് ദുനിയാവിൽ നടന്നവനാണ്. രണ്ടുപേരും ഖബറിൽ ശിക്ഷ അനുഭവിക്കുന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. മനസ്സിലാക്കണം, ചെറിയ വിഷയമല്ല. നമ്മുടെ നോട്ടത്തിൽ നിന്നും വലിയ അല്ലല്ലോ എന്ന് കരുതും. പക്ഷെ ഖബറിൽ കടന്ന് ഉറങ്ങാൻ പറ്റൂല റാഹത്തായിട്ട്. മൂത്രമൊഴിച്ചിട്ട് ധൃതിയിൽ പോവാ, അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ അതനുസരിച്ചുള്ള സൗകര്യങ്ങൾ ചെയ്യല്ല. ദീനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉലമാഇനോട് ചോദിച്ച്, പണ്ഡിതന്മാരോട് ചോദിച്ച് അതിനനുസൃതമായ വിഷയങ്ങൾ വേണം മഹല്ലിൽ നടപ്പിലാക്കാൻ. എപ്പോഴും ശ്രദ്ധിക്കണം. മഹല്ലിൽ ഒരു പ്രവർത്തനം കൊണ്ടുവരുന്നു എങ്കിൽ അതെപ്പോഴും ഖത്തീബുമാരോട്, മുദരിസുമാരോട്, ഉസ്താദുമാരോട് കൂടിയാലോചന നടത്തി അവരുടെയും കൂടെ ഒരു മസലകളുടെ ഭാഗം കൂടി ശ്രദ്ധിച്ചിട്ട് എന്ത് കാര്യവും ജമാഅത്ത് കമ്മിറ്റി നടപ്പിലാക്കാവുള്ളൂ. ഇവിടെ നല്ല ഞാൻ പറയുന്നത്, പൊതുവായ കാര്യം പറയാം കേട്ടോ. അല്ലാതെ ഇവിടെ ഇനി എന്തെങ്കിലും ഉണ്ടായിട്ട് മുസ്ലിയാർ പറയണം അങ്ങനെയൊന്നും കരുതേ വേണ്ട. അങ്ങനെയൊന്നും ഇല്ല. ഞാൻ പൊതുവായ കാര്യങ്ങൾ അങ്ങനെ പറയുന്നു എന്ന് മാത്രം. അള്ളാഹു നമുക്ക് തൗഫീഖ് നസീബാക്കട്ടെ. ഇന്നിപ്പോ പല മഹല്ലുകളിലും കണ്ടുവരുന്ന ഏറ്റവും വലിയ മോശപ്പെട്ട പരിപാടിയാണ് ഇപ്പൊ ഞാനീ പറഞ്ഞത്. മൂത്രമൊഴിക്കുന്ന സ്ഥലത്ത് നിന്ന് മൂത്രമൊഴിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യാണ്. എല്ലാ പള്ളികളിലും അങ്ങനെ ചെയ്തു വരികയാണ്. എല്ലാ പള്ളികളിലും അങ്ങനെ ചെയ്യാണ്. അതായത് അടച്ചിട്ട റൂം സൗകര്യം ചെയ്തിരുന്നെങ്കിൽ എത്രയോ റാഹത്താണ്. അവനത് മാറ്റി റാഹത്തായിട്ട് ഇരുന്ന് മൂത്രമൊഴിച്ച് ഈ പറഞ്ഞതുപോലെ ഇസ്തിബ്റാ ഒക്കെ ചെയ്ത് റാഹത്തായതിനു ശേഷം മൂത്രമൊഴിച്ച് നല്ല വൃത്തിയായി കഴുകി ശുദ്ധീകരിച്ച് പള്ളിയിൽ കയറാം. എത്രയോ സൗകര്യം ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുന്ന എത്രയോ പള്ളികളും ഉണ്ട്. ഒരു കുഴപ്പമില്ല. മറ്റേതാകുമ്പോൾ സ്ഥലം കുറച്ച് മതി. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ റാഹത്ത്, ബെനിഫിറ്റ് അതാണ്. അപ്പൊ ഹാജിയാർ അതിനനുസരിച്ച് അങ്ങ് ചെയ്തു കൊടുക്കാണ്. അതാകുമ്പോൾ 1-2 എണ്ണം വെച്ചു കൊടുത്താൽ പിള്ളേർ സെറ്റൊക്കെ അങ്ങോട്ട് പൊയ്ക്കോളൂല്ലോ, പിന്നെ പ്രശ്നമില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ. കഴുകാനും സുഖമാണ്. വേറൊരു പണിക്കാരനെ നിർത്തി അയാൾക്ക് സുഖം. ഇവിടെ മാറി ഇതിലൊരു കപ്പ് വെള്ളം കൊണ്ട് ഒഴിച്ചാൽ മതി, പെട്ടെന്ന് പരിപാടി കഴിയും. ഇതാകുമ്പോഴത്തേക്കും തേച്ചൊഴിച്ച് കഴുകണം. അപ്പൊ പിന്നെ ഇത് 2 എണ്ണം മതി. മറ്റേത് 2 എണ്ണം ഇട്ട് കൊടുത്താൽ പിള്ളേർ സെറ്റ് അങ്ങോട്ട് പോയി ഹാജിയാർക്ക് ഇവിടെ ഇരിക്കുകയും ചെയ്യാം, സുഖമായി. ഹാജിയാർ മാളെ മഹേശ്വറയിൽ അതാകുമ്പോയിരിക്കും, അപ്പുറത്ത് പോയി നിൽക്കേണ്ടി വരും മഹേശ്വറയിൽ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് നമ്മൾ സൂക്ഷ്മത വെക്കണം. അതൊക്കെ നിസ്സാര വിഷയമല്ല, വലിയ വലിയ ഗൗരവമുള്ള വിഷയങ്ങളാണ്. തമാശയാക്കരുത്. ഖബറിൽ കിടന്നുറങ്ങാൻ പറ്റൂല. അല്ലാഹു നമ്മളെ സാന്നിധ്യം ചേർക്കുമാറാവട്ടെ. ഏതായിരുന്നാലും നിസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെ ഗൗരവമെടുക്കണം. ഒരു അലസതയും അലംഭാവവും വെക്കരുത്. വളരെ താല്പര്യത്തോടു കൂടി നിസ്കരിക്കണം. എങ്കിൽ മാത്രമേ വിജയിക്കൂ. അപ്പൊ റജബ് മാസം സ്വന്തം ശരീരത്തെ സ്ഫുടം ചെയ്യേണ്ട മാസം. എങ്ങനെയാണ് അതിന് സ്ഫുടം ചെയ്യുന്നത്? നിസ്കാരത്തെ ഗൗനിച്ചുകൊണ്ട്. ഹൃദയത്തെ ശുദ്ധീകരിച്ച് നടത്തേണ്ട മാസമാണ് ശഅബാൻ. പരിശുദ്ധമായ ശഅബാൻ മാസം ആസന്നമായാൽ, പ്രവേശിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുമായിരുന്നു, അബൂ ഉമാമത്തുൽ ബാഹിരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഅബാൻ മാസം കടന്നു വന്നാൽ സഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയും, നിങ്ങളുടെ നഫ്സുകളെ നന്നാക്കണേ, നന്നാക്കണേ. നിങ്ങളുടെ നിയ്യത്തുകളെ ഈ മാസത്തിൽ ഗൗനിക്കണേ, ഗൗനിക്കണേ. നിങ്ങളുടെ ഖൽബ് ശുദ്ധിയാക്കേണ്ട മാസം, നിങ്ങളുടെ ഹൃദയം ശുദ്ധിയാക്കേണ്ട മാസം. നിയ്യത്ത് എവിടെ നന്നാക്കുക? ഹൃദയം കൊണ്ടാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അലാ ഇന്ന ഫിൽ ജസദി ലമുദ്ഗതൻ ഇദാ സലഹത് സലഹൽ ജസദു കുല്ലുഹു വഇദാ
فسدت فسد الجسد كله ألا وهي القلب. അറിയണേ, മനുഷ്യന്റെ ശരീരത്തിൽ വിലപ്പെട്ടതാകുന്ന ഒരു മാംസമുണ്ടെന്ന്, അത് നന്നായാൽ ശരീരത്തിലെ സർവ്വ അവയവങ്ങളും നന്നാവുകയാണ്. അത് മോശമായാൽ ശരീരത്തിന്റെ മറ്റ് അവയവങ്ങൾ കേടാവുകയാണ്. അത് മറ്റൊന്നുമല്ല, ഹൃദയമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഹൃദയമാണ് നന്നാകേണ്ടത്. ഹൃദയം നന്നായാൽ എല്ലാം റെഡിയായി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, അൽ ഖൽബു മലികുൻ വൽ അളാഉ ജുനൂദുഹു ഫൽ മലികു താബതു ജുനൂദുഹു. മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്നത് രാജാവാൻ, മറ്റ് അവയവങ്ങൾ സൈന്യമാണ്. രാജാവിന് സൈന്യം എത്രമാത്രം ബലപ്പെട്ടതാണ്, സൈന്യത്തിന് എത്രമാത്രം രാജാവും കനപ്പെട്ടതാണ്. അതുകൊണ്ട് രാജാവ് നന്നായാൽ ആ സമുദായവും സൈന്യവും മുഴുവനും നന്നാകുമേ. ഹൃദയം നന്നായാൽ, രാജാവാകുന്ന ഹൃദയം നന്നായാൽ ശരീരമാകുന്ന മറ്റു അവയവങ്ങൾ സൈന്യം മുഴുവനും നന്നാവുകയാണ്. എല്ലാ അവയവങ്ങളും നന്നാവുകയാണ്, ശരിയാവുകയാണ്. അതുകൊണ്ട് ആദ്യം നന്നാക്കേണ്ടത് ഏതാ? ഹൃദയത്തെയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമികും വലാ ഇലാ സുവരികും വലാകിൻ യൻദുറു ഇലാ ഖുലൂബികും. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ഓർമ്മപ്പെടുത്തുകയാണ്, സ്വഹാബ, നിങ്ങളുടെ ശരീരത്തിന്റെ ആകാര സൂക്ഷ്മങ്ങളിലേക്കോ, വെളുപ്പിലേക്കോ, നിറത്തിലേക്കോ, വർണ്ണത്തിലേക്കോ, നിങ്ങളുടെ ശരീരത്തിന്റെ ഘടനയിലേക്കോ, നിങ്ങളുടെ വസ്ത്രവിധാനത്തിലേക്കോ ഒന്നും അല്ലാഹു നോക്കുകയില്ല. അല്ലാഹു നിങ്ങളുടെ ഹൃദയത്തിലേക്കാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ. ഭയപ്പാട് വേണ്ടത് റബ്ബിനോടുള്ളതാകുന്ന കടമകൾ പൂർത്തീകരിക്കാൻ, എല്ലാ തിന്മകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാവേണ്ടത്. അത് മനസ്സിലാണ്, ഹൃദയത്തിലാണ്. തുടക്കം ഇവിടെയാണ്, ഇവിടെ തന്നെയാണ് ഒടുക്കമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നല്ല കോട്ടും സൂട്ടും ധരിച്ചത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. നല്ല വസ്ത്രം ധരിച്ചാണെന്നു, വലിയ തലയെക്കെട്ട് കെട്ട് നടന്നു, വലിയ ഷാലിട്ട് നടന്നു, വലിയ കുപ്പായിട്ട് നടന്നു, ഒന്നും ഒരു കാര്യമില്ല സഹോദരങ്ങളെ. ഒന്നും വലിയ കാര്യമില്ല. കയ്യിലൊരു 10 തസ്ബീഹ് പിടിച്ചിങ്ങനെ ചുറ്റിക്കൊണ്ട് നടന്നു, ഒരു പച്ച വെച്ച് തലയിട്ടുകൊണ്ട് നടന്നു, ഒന്നും ഒരു കാര്യമല്ല, കേസല്ല. വസ്ത്രവിധാനത്തിലേക്കല്ല നോട്ടം, നിങ്ങളുടേതാകുന്ന ശരീരഘടനയിലേക്ക് സുസ്മായിക്കുള്ള മനുഷ്യനാണ്. അതൊന്നും അള്ളാഹ്ക്കൊരു നോട്ടമില്ല. നല്ല വെളുത്ത് തുടുത്തു നിൽക്കുന്നതായ വ്യക്തിയാണ്. ഇതൊന്നും പടച്ചറപ്പിന്റെ മുന്നിൽ നിൽക്കൂല. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെയും ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു കറുത്തവരിൽ കറുത്തവരായ വ്യക്തിയും ചേർത്ത് നിർത്തിക്കൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശം ലോകത്തിന് പകർന്നു കൊടുത്ത വ്യക്തിയാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. രണ്ടുപേരെയും ഒരേ തുലാസിൽ തുലനം ചെയ്തു പ്രവാചകർ. ഇവർ രണ്ടുപേരും ഒരേപോലെയാണ്. എന്നാൽ ഇവരിൽ മുൻകടക്ക് ആരാണ്? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളിൽ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർ, ഭയത്തോടുകൂടി ജീവിക്കുന്നവർ, റബ്ബ് പറഞ്ഞ സർവ്വ കാര്യങ്ങളെയും പരിപൂർണമായി ഏറ്റെടുത്ത് തിന്മകളെ പരിപൂർണമായി ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കുന്ന വ്യക്തികളാര്? നിസ്കാരത്തെ ചിട്ടവെച്ച്, നോമ്പുകളെ കൃത്യത വെച്ച്, സകാത്തുകളെ കൊടുത്തു വീട്ടി, പാവങ്ങളുടെ കണ്ണീരൊപ്പി, നിരാലംബർക്ക് അവലംബമായി, നിരാശർക്ക് ആശ്രയത്വം കൊടുത്ത് സുഹൃതങ്ങളിലേക്ക് പരിപൂർണമായി ഹൃദയത്തെ തിരിച്ചു നിലകൊള്ളുന്നവൻ, അവനാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമൻ. അവനാണ് ഏറ്റവും ഉത്തമൻ. അത്തഖ്വാ ഹാഹുനാ. ഈ തഖ്വ ഉണ്ടാകേണ്ടത് ഇവിടെയാണ്. ഹൃദയം ചൂണ്ടി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമു ഖൽബുഹു. ഒരു അടിമയുടെ ഈമാന് നേരെ ചൊവ്വ
സഹാബ, അവന്റെ ഹൃദയം നന്നാവാതെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈമാൻ റെഡിയാവണമെങ്കിൽ അവന്റെ ഹൃദയം നന്നാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബുഹു, ശഫീഉനാ റസൂലുള്ളാഹി. ഹൃദയം ശരിയായാലേ ഈമാൻ റെഡിയാവുള്ളൂ. ഈമാൻ റെഡിയായാലേ സ്വർഗ്ഗത്തിൽ കടക്കുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഹൃദയം നന്നാക്കണം, അതിനാണ് കാര്യമിരിക്കുന്നത്. അവർ ഹൃദയത്തെ നന്നാക്കേണ്ട മാസമാണേത്? ഏത്? ശഅബാൻ മാസം. ഈ മാസത്തിൽ ഹൃദയത്തെ നന്നായിക്കോണം. ഒരാളോട് വെറുപ്പോ വിദ്വേഷമോ വൈര്യമോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ മാസം നമുക്ക് ഗുണം ചെയ്യൂല. വരാനിരിക്കുന്ന റമദാനിൽ വിജയം ഉണ്ടാവൂല. ഈ മാസം തന്നെ ഗുണമില്ല. കാരണം ഈ മാസത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം കഴിഞ്ഞത്. ഏത്? ബറാഅത്ത് രാവ്. അന്നത്തെ ദിവസം അമൽ ചെയ്തവരുണ്ടോ? 3 യാസീനെ പോയി ദ്വാരുന്നവരാരൊക്കെ ഒന്ന് കൈയുർത്തിക്കാൻ നോക്കട്ടെ. എത്ര പേര്? അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബാക്കിയുള്ളവർ ഓതി വെച്ച യാസീനെ ഒരീനെ അടിച്ചു തിന്ന് റാഹത്ത്. അങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ഇതൊക്കെ വലിയ ബർക്കത്തുള്ള ദിവസമാണ്. ചിലരൊക്കെ എപ്പോഴും അതിന് ഒരു അലംഭാവം വെക്കുന്നവരുണ്ടോ? ഞാൻ യാസീൻ വേറെ ജോലിയുണ്ട്, യാസീൻ ഓതാൻ പറയുന്നു. യാസീനൊക്കെ മഹത്വമുള്ളത് വേറെ ഏതാ ഉള്ളത്? സൂറത്തു യാസീൻ ലിമാ ഖുരിഅ ലഹു ശഫീഉ റസൂലുള്ളാഹി. എന്ത് നിയ്യത്ത് വെച്ച് ഓതിയോ അത് ഹാസിലാകും യാസീൻ കൊണ്ടെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ അടുത്തൊരു വർഷത്തേക്കുള്ളതാകുന്ന നിയമങ്ങൾ മുഴുവനും നടപ്പിലാവുന്ന, റിസ്ഖുകൾ വിശാലമാകുന്ന, കണക്കുകൾ കൃത്യമായി മലക്കുകൾ ലൗഹിൽ മഹ്ഫൂദിൽ നിന്ന് രേഖപ്പെടുത്തി വെക്കുന്ന വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന ബറാഅത്ത് രാവിൽ അല്ലാഹുവേ എനിക്ക് നീ ദീർഘായുസ്സ് നൽകണേ എന്ന് നിയ്യത്ത് ചെയ്ത് ഒരാളൊരു യാസീൻ ഓതിയാൽ അതിൽ വിജയിക്കില്ലേ? തീർച്ചയായും വിജയിക്കും. കാരണം ഇത് വെറുതെ ഇന്നലകളിൽ എളുത്തു വന്നതാകുന്ന ഒരു ഇബാറത്ത് വന്നതല്ല. മഹാനായ മുഹമ്മദ് ബിൻ ഹസൻ സബീലി റളിയല്ലാഹു അൻഹു ഇത്ഹാഫ് എന്ന് പറയുന്ന മഹനീയമായ ഗ്രന്ഥത്തിലൂടെ ലോകരെ പഠിപ്പിക്കുകയാണ്. 3 യാസീൻ ഇന്ന നിയ്യത്തുകളിൽ വെച്ചുകൊണ്ട് ഓതണം, അതിന് ഗുണമാണ്. മഹാന്മാര് പറഞ്ഞതാണ്. അല്ല നമ്മളാരും പറഞ്ഞു ഉസ്താദുമാരാരെങ്കിലും ഇന്നലെ കിളുത്ത മഴയ്ക്ക് വന്നിട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നു. ഞങ്ങളാരും തട്ടിക്കൂട്ടി പരിപാടിയല്ല ഇത്. അങ്ങനെ തട്ടിക്കൂട്ടേണ്ട ഒരു പരിപാടി നമുക്ക് ആർക്കും ഇല്ല. അതൊക്കെ അഹ്ലുസുന്നയുടെ ഇമാമികൾ, ഉസ്താദുമാർ അവർ കൃത്യമായി പറഞ്ഞത് നിങ്ങളെ ഉപദേശിക്കുന്നു എന്ന് മാത്രം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചെയ്താൽ അതിന് ഗുണമുണ്ട്. കാരണം യാസീൻ എന്ന് പറയുന്നത് സംസം വെള്ളം പോലെയാണ്. സംസം വെള്ളത്തിന്റെ മഹത്വം എന്താ? ലിമാ ശുരിബ ലഹു എന്നാണ്. മാഉ സംസം ലിമാ ശുരിബ ലഹു. എന്ത് നിയ്യത്ത് വെച്ച് കുടിച്ചോ സംസം വെള്ളം ഹാസിലാകും. സൂറത്തു യാസീൻ ലിമാ ഖുരിഅ ലഹു. എന്തിനു വേണ്ടി ഓതിയോ അത് ഹാസിലാകും. ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഹദീസാണ്, സഹീഹായ ഹദീസാണ്. ഇതിനൊന്നും ആർക്കും എതിർക്കാൻ പറ്റൂല. മനസ്സിലാക്കണം. യഖറഉ അലാ മൗതാകും സൂറത്തുൽ യാസീൻ. മരണാസന്നനായ വ്യക്തിയുടെ ചാരത്ത് നിങ്ങൾ യാസീൻ ഓതണമെന്ന് റസൂലുള്ളാഹി. എന്തിനാണ് മരിക്കാൻ കിടക്കുന്നവന്റെ ചാരത്ത് യാസീന് പാരായണം ചെയ്യുന്നത്? ഒരിക്കലും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഹദീസല്ലേ, ലോകം അംഗീകരിച്ചതായ ഹദീസല്ലേ. മരിക്കാൻ കിടക്കുന്നവന്റെ ചാരത്ത് യാസീൻ ഓതുന്നതിലൂടെ അവൻ ആശ്വാസം കിട്ടുകയാണ്, സമാധാനം പുൽകുകയാണ്. അവന് കാരുണ്യത്തിന്റെ മലക്കുകൾ വന്നുകൊണ്ട് കാരുണ്യം വർഷിക്കുകയാണ്. ജയിക്കാൻ ഹേതുവാണ്, ഹേതുവാൻ യുദ്ഫഉൻ മുസ്തമിൽ ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ കേൾക്കുന്നതായ ആ മരണാസന്നനായ വ്യക്തിക്ക് അല്ലാഹുവിന്റെ ദുനിയാവിന്റെ ബലാമുസീബത്തുകളെ തൊട്ട് കാവൽ നൽകുന്നു ഹബീബുനാ റസൂലുള്ളാഹി. അപ്പൊ അത് കേൾക്കാണ്, ഖുർആൻ കേൾക്കുകയാണ്. അയാൾ കടന്നു കേൾക്കുക, യാസീൻ ഓതിക്കൊണ്ടിരിക്കുക. ഇത് കേൾക്കുന്നതോടുകൂടി അയാൾക്ക് ആ ബലാമുസീബത്തുകളൊക്കെ ഒഴിയും. എല്ലാ പൈശാചിക ഉപദ്രവങ്ങൾ ഷർറുകളിൽ നിന്നും കാവൽ കിട്ടും. അതുകൊണ്ടാണ് ഒമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി എന്ന് പറയുന്നത്. ജീവിച്ചിരിക്കുന്ന സമയത്തും മരണാസന്ന വേളയിലുമുള്ളതാകുന്ന ഫിത്നകളെ തൊട്ട് നിന്നോട് കാവൽ തേടുന്നു എന്ന് പറഞ്ഞ് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് തഹിയ്യാത്തിന് ദുആരക്കാൻ കാരണം എന്താ? മരിക്കുന്ന സമയത്ത് പിശാചിന്റെ ഭാഗത്തുനിന്ന് ഷർറുണ്ടാവും. ആ ഷെറുകളെ തൊട്ട് കാവല് കിട്ടുകയാണ് യാസീൻ ഓതുക. വാപ്പ മരിക്കാൻ കിടക്കുന്നു, ഉമ്മ മരിക്കാൻ കിടക്കുന്നു, മക്കളൊക്കെ ചേർന്നിരുന്നിട്ട് യാസീൻ ഓതണം. നല്ല റാഹത്തായിട്ട് ഉറക്കം ഓതും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാതെ മാറിയിരുന്ന് കഥ പറയാൻ ഉമ്മ മരിച്ചു കഴിഞ്ഞാൽ കമ്മൽ എനിക്ക് മോതിരം എനിക്ക് വേണം. വള നമുക്കാണ് കേട്ടോ, വലിയ വള പോലെ ആ വള നമുക്ക്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാ പിന്നെ തീരണം. എന്താ കാര്യം? ഉമ്മയുടെ ജീവൻ വേഗം പോയെങ്കിലും ഉണ്ട്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ.
അതുകൊണ്ട് കാര്യമായിട്ട് യാസീൻ ഓതട്ടെ. യഖ്റഉ അലാ മൗതാക്കും സൂറത്ത് യാസീൻ. കാരണം ആ മുറാദ് ഹാസിലാകാണ്. ഉമ്മാക്ക് നല്ല മരണം കൊടുക്കാൻ, അല്ലെ വാപ്പാക്ക് നല്ല മരണം കൊടുക്കാൻ, മരണാസനായ വ്യക്തിക്ക് നല്ല മരണം കൊടുക്കാൻ. അതുകൊണ്ട് തന്നെ യാസീൻ എന്ത് ഉദ്ദേശത്തിനും ഓതാം. റിസ്ക് വിശാലമാകാൻ ഓകുന്നു, ആഖിബത്ത് നന്നാകാൻ വേണ്ടി ഓതുന്നു. ഇതൊക്കെ നമ്മുടെ നിയ്യത്തിൽപ്പെട്ടതാണ്. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, വഖൽബുൽ ഖുർആൻ സൂറത്തു യാസീൻ. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് സഹബ. വിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയം അത് യാസീനാണ്, യാസീനാണ് ഹബീബുനാ റസൂലുള്ളാഹി. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്. ഖുർആനിന്റെ ഹൃദയം ഏതാ? യാസീൻ. എല്ലാ ദിവസവും ഓതണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ സൂറത യാസീൻ സബാഹ എല്ലാ ദിവസത്തിലും പ്രഭാതത്തിലും പ്രദോഷത്തിലും അല്ലാഹുവിന്റെ റസൂൽ ഓതിയിരുന്നതായ സൂക്തമാണ് സൂറത്ത് യാസീൻ. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടങ്ങാതെ ഓതിയിരുന്ന ഒരു സൂക്തമാണ് ഏത്? സൂറത്ത് യാസീൻ. അല്ലാഹു മുടങ്ങാതെ ഓതാൻ തൗഫീഖ് നൽകട്ടെ. അതുപോലെ സൂറത്തു ദുഹാൻ. ദുഹാൻ എന്ന സൂറത്ത് വലിയ മഹത്വമാണ്. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞത് കാണാം, മൻ ഖറഅ ഹമീം അദ്ദുഹാൻ അസ്ബഹ യസ്തഗ്ഫിറു ലഹു 70,000 മലക്. ആരെങ്കിലും പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തു ദുഹാൻ ഓതുന്നവരുണ്ടോ? അവന് വേണ്ടി ഇസ്തിഗ്ഫാർ തേടണമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 70,000 മലക്കുകൾ സുബഹി വരെ അയാൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടിരിക്കും. ഒരാൾ രാത്രിയിൽ സൂറത്തു ദുഹാൻ ഓതിയാൽ, രാത്രിയിൽ ഒരാൾ സൂറത്തു ദുഹാൻ ഓതി മഗ്‌രിബിന് ശേഷം ഓതി അല്ലെങ്കിൽ ഇശാഇന് ശേഷം ഓതിയാൽ സുബഹി വരെ എന്താണ് അയാൾക്ക് വേണ്ടി മലക്കുകൾ വന്ന് ഇസ്തിഗ്ഫാർ തേടും. അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുമ്മ ഗഫിർ ലഹ, അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ, അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ എന്ന് സുബഹി വരെ വന്ന് 70,000 മലക്കുകൾ ഇസ്തിഗ്ഫാർ തേടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ചെറിയ കാര്യമല്ല. അപ്പൊ ദുഹാൻ എന്ന് പറയുന്ന സൂക്തം കേവലം ഒരു രാത്രിയിൽ മാത്രം, ബറാഅത്തിന് രാവിലെ മാത്രം ഓതാനുള്ളതല്ല. എല്ലാ ദിവസവും ഫീ ലൈലത്തിനെന്നാൽ രാത്രിയിൽ ഓതിയാൽ സുബഹി വരെ 70,000 മലക്കുകൾ ഇസ്തിഗ്ഫാർ തേടാൻ. അപ്പൊ ഒരു രാത്രിയിൽ ഓതിയാൽ സുബഹി വരെ ഇസ്തിഗ്ഫാർ, പാപമോചനം കിട്ടാൻ. ഇന്നത്തെ രാത്രിയിൽ ഓതാത്തവർ ഓതിക്കോ, സൂറത്തു ദുഹാൻ ഓതിയാൽ സുബഹി വരെ ഇസ്തിഗ്ഫാറാൻ, പാപമോചനമാണ്. നാളത്തെ രാത്രി ഓതിയാൽ നാളത്തെ ദിവസം ഇസ്തിഗ്ഫാറാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഖുർആനുമായിട്ടുള്ള ആ ബന്ധം നമ്മൾ നിലനിർത്തണം, അത് മുടങ്ങാതെ കൃത്യമായി കൊണ്ടുവരണം. അപ്പോഴേ നമ്മൾ വിജയിക്കുള്ളൂ. എന്തേ കാരണം? ഖുർആനിന്റെ ഓത്തുകൊണ്ട് ഹൃദയം തെളിയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മുടെ വിഷയം അതാണല്ലോ, ഹൃദയം നന്നാക്കാനാണ് വിഷയം. ഹൃദയത്തെ എങ്ങനെ നന്നാക്കാൻ പറ്റും? ഹൃദയത്തെ നന്നാക്കിയെടുക്കാൻ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പാരായണം ചെയ്താൽ മതി. അത് യാസീനാകട്ടെ, സൂറത്തുൽ മുൽക്കാകട്ടെ, സൂറത്തുൽ വാഖിയാകട്ടെ, സൂറത്തുൽ സജദയാകട്ടെ, സൂറത്തു ദുഹാനാകട്ടെ, ഏതെല്ലാം സൂക്തങ്ങൾ നമുക്ക് ഓതാൻ സാധിക്കുമോ, സൂറത്തുൽ ബഖറ, അൽ ബഖറ സൂറത്തൊക്കെ ഒരു വീട്ടിൽ ഓതിയാൽ ആ വീട്ടിൽ ബറക്കത്ത് ഉറപ്പാണ്. പിശാച് ഓടുമെന്നാണ്. പിശാച് ആ വീട്ടിലുണ്ടാവൂല. ഒരു വീട് പെരവാസ്വലി തന്നെ നമ്മൾ പറയാം, എന്താ പറയാ, പുതിയ വീട്ടിലേക്ക് പാല് കാച്ചി നമ്മൾ കയറുമ്പോൾ ആ വീട്ടിൽ ഏതാ ഉസ്താദെ ഞങ്ങൾ ഓതേണ്ടത് പലരും ചോദിക്കും. ഏറ്റവും നല്ലത് അൽ ബഖറ സൂറത്താണ്. ഇനി ഖുർആൻ മുഴുവനും ഒരു 30 പേര് കൂടിയിരുന്നിട്ട് ഓരോ ജുസ്ഉ വെച്ച് ഓരോരുത്തർക്കും കൊടുത്ത് ഒരു ഖത്മ് തീർക്കാൻ പറ്റുമെങ്കിൽ മാഷാ അല്ലാഹ് വലിയ ബറക്കത്താ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പക്ഷെ നമ്മുടെ വീടുകളിൽ അതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഖുർആൻ ഓതുന്ന വീടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ലാ തജഅലൂ ബുയൂതകും നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്മശാനമാക്കരുതേ, ഖബറുകളാക്കരുതേ, മൂകമായ അന്തരീക്ഷമാക്കരുതെന്ന് നബിയുനാ റസൂലുള്ളാഹി.
എന്ന് പറഞ്ഞാൽ ഖബർ പോലെ ശ്മശാനം പോലെ വീടുകളാക്കരുത്. എപ്പോഴും അവിടെ എന്ത് വേണം? നല്ല ഖുർആനോത്ത്, വീട്ടിൽ സുന്നത്ത് നമസ്കാരങ്ങൾ പുരുഷന്മാർ, സ്ത്രീകൾ ഫർളും സുന്നത്തും അടക്കം വീടിന്റെ അകത്തളങ്ങളിൽ ഇബാദത്ത് കൊണ്ട് സജീവമാക്കണം. അപ്പൊ വീട് ബർക്കത്തുള്ളതായി മാറും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ഫഇന്നൽ ബൈത്തല്ലദീ യഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, അൽ ബഖറ സൂറത്ത് ഒരു വീട്ടിൽ പാരായണം ചെയ്താൽ ഫീഹി ശൈത്താൻ, ആ വീട്ടിൽ പിശാച് പ്രവേശിക്കില്ല. നബിയുനാ റസൂലുള്ളാഹി, ആ വീട്ടിൽ പിശാച് കടക്കൂല. ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഒരു വീട്ടിൽ അൽ ബഖറ സൂറത്ത് റാഹത്തായി ഓതിയാൽ ആ വീട്ടിൽ ആര് കടക്കൂല? പിശാച് കടക്കൂല. നമ്മുടെയൊക്കെ വീട്ടിലൊന്ന് ഓതി വയ്ക്കൂ. പല ശൈത്താനിയത്തുണ്ട് വീട്ടിൽ, റുഹാനിയത്തുണ്ട്, അതാണ് ഇതാണ് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് പ്രയാസപ്പെടുന്നവരെ, ബുദ്ധിമുട്ട് പറയുന്നവരെ, അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചികിത്സയ്ക്കൊക്കെ ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് ആദ്യമായി ചെയ്യേണ്ട ചികിത്സ നിങ്ങൾ വീട്ടിൽ തന്നെ പവിത്രമാക്കപ്പെട്ടതാകുന്ന സൂറത്ത് ഓതണം. ഏത് സൂറത്ത്? സൂറത്തുൽ ബഖറ. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സൂറത്തൊന്ന് ഓതി നോക്കിയേ, വീട്ടിൽ വളരെ സുഖമായിരിക്കും, ഒരു ശൈത്താനിയത്തും ഉണ്ടാവൂല. ചിലർ പറയും മക്കളൊക്കെ രാത്രി കിടന്ന് ഭയങ്കര ഒച്ചപ്പാടാണ്, കരച്ചിലാണ്, കീറ്റലായിരുന്നു, രാവിലെ മൂലയെ കരച്ചിലാണ്, ഉറക്കം കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ ഭാര്യക്കതുണ്ടായി ഉസ്താദ്, എന്റെ മകൾക്കതുണ്ടായി ഉസ്താദ്, എന്റെ മകന് ശൈത്താനിയത്തുണ്ട്. ഇങ്ങനെ എത്ര കേസുകളാണ് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഏർവാടിയിലും ദിവാപ്പള്ളിയിലും എന്ന് വേണ്ട മറ്റ് ദർഗകളിലൊക്കെ എത്രയോ ആളുകൾ ചങ്ങലക്കിടപ്പെട്ടതാകുന്ന, എത്രയോ ആളുകൾ രോഗാതുരമാകുന്ന, വലിയ ഭീകരമാകുന്ന അവസ്ഥയിൽ കഴിയുന്നവർ. അള്ളാഹു പരിപൂർണ്ണ ശമനം നൽകട്ടെ. ആമീൻ പറയും സഹോദരങ്ങൾ. അള്ളാഹു പൂർണ്ണമായ ശിഫാവ് കൊടുക്കട്ടെ. അത്തരത്തിലുള്ള വിപത്തുകൾ അള്ളാഹു നമ്മയും കുടുംബത്തെയും ബന്ധുമിത്രാദികളെയും സന്താന പരമ്പരകളെയും അള്ളാഹു കാക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അത്തരത്തിലുള്ള രോഗങ്ങൾ വന്നിട്ട് ചികിത്സിക്കുന്നതിന് മുമ്പ് വരാതിരിക്കാൻ നമ്മളുടെ മുൻകരുതൽ വേണം. ഇടയ്ക്കിടയ്ക്ക് എന്തോന്നണം? അൽ ബഖറ സൂറത്ത് ഓതണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്നല്ല, ബാങ്കിന്റെ വിഷയം പറയുന്നിടത്ത് ഫത്വയിൽ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം, ബാങ്ക് വിളിക്കേണ്ടത് കേവലം ഫർദ് നമസ്കാരങ്ങൾക്ക് മാത്രമല്ല. കുട്ടികൾ വോട്ട് കാണിക്കുന്ന കുട്ടികളുണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളും. പറഞ്ഞാൽ അനുസരിക്കാത്ത മൂർത്തംകെട്ട മക്കളുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിച്ചിട്ട് അവരുടെ കാതിൽ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം. ജനിച്ചപ്പോ കൊടുത്ത ബാങ്ക് ഇക്കാമത്ത്, അത് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം ബാങ്ക് ഇക്കാമത്തും. അത് അന്ന് കൊടുത്തല്ല ഈ എന്തിനാ മടക്കി കൊടുക്കുക? അങ്ങനെയല്ല, ഇടയ്ക്ക് അവരുടെ കാതിൽ പിടിച്ചിട്ട് നീണം. വലത്തെ കാതിൽ നല്ല ബാങ്കും ഇടത്തെ കാതിൽ ഇക്കാമത്തും ഇടയ്ക്ക് കൊടുക്കണം. ഒരാഴ്ചയിലോ മാസത്തിലൊക്കെ ഒന്ന് കൊടുത്തു വയ്ക്കുക. അപ്പൊ കുട്ടികൾക്കുണ്ടാകുന്ന പൈശാചിക ഉപദ്രവങ്ങൾ ഒഴിയും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഏറ്റവും വലിയ കലിമത്തല്ലേ ഇത്? വമൻ അഹ്സനു ഖൗലൻ മിമ്മാ ദആ വഅമില സാലിഹാൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഏറ്റവും ശ്രേഷ്ഠമായ വചനമാണ് ഉച്ചരിക്കുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇതിനേക്കാൾ മഹത്തമായ വാക്കുച്ചരിക്കുന്നവരില്ല. ആ വാക്കുച്ചരിച്ചിട്ട് മക്കളിലുള്ള പൈശാചികത ഒഴിക്കണം. അപ്പൊ വീട്ടിൽ ഖുർആൻ പാരായണം വേണം, അൻആം സൂറത്ത് ഓതണം. ബറക്കത്തുണ്ടാകും. സുന്നത്ത് നമസ്കാരങ്ങൾ വാപ്പ പള്ളിയിലേക്ക് പോയി തന്നെ നിസ്കരിക്കണമെന്നില്ല, ഇടയ്ക്ക് വീട്ടിൽ നിസ്കരിക്കാൻ. വിശദാംശങ്ങൾ വീട്ടിലാണ് സുന്നത്ത് നിസ്കരിച്ചത്. വീടിന്റെ അകത്തളം തീരെ ഇബാദത്തില്ലാതാക്കരുത്. ദുഹാ നമസ്കരിക്കണം പുരുഷന്മാര്, തഹജ്ജുദ് നമസ്കരിക്കണം പുരുഷന്മാര്, സ്ത്രീകളും വേണം. ഇതൊക്കെ വീടിന്റെ അകത്തളങ്ങളിൽ ചെയ്യേണ്ട നമസ്കാരങ്ങളാണ്. ഇങ്ങനെ നമസ്കാരങ്ങൾ കൊണ്ട് ധന്യമാക്കണം. കഴിഞ്ഞ റമദാനിൽ നമ്മൾ തുടങ്ങി വെച്ച പല നിസ്കാരങ്ങളും ഇപ്പോൾ അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഉദാഹരണം, വിത്ർ നമസ്കാരം, തഹജ്ജുദ് നമസ്കാരം, ദുഹാ നമസ്കാരം, ഇതൊക്കെ പലതും നമ്മൾ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ കൃത്യമായി നമ്മൾ വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് ക്രയവിക്രമായി കൊണ്ടുവരണം. ഇതൊക്കെ ചിട്ടയാക്കണം. അതിന് നേരത്തെ ഒരുങ്ങണം. റമദാൻ വന്നിട്ട് തഹജ്ജുദ്, റമദാൻ വന്നിട്ട് ദുഹാ, റമദാൻ വന്നിട്ട് വിത്ർ, അതല്ല, ഇപ്പോഴേ തുടങ്ങണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ നിസ്കരിക്കുന്ന ഈ വിത്ർ, റമദാനിൽ നിസ്കരിക്കുന്ന 3 പോലും യഥാർത്ഥത്തിൽ പരിപൂർണമല്ല. കാരണം വിത്ർ എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് 1, പൂർണ്ണമായത് 3, പരിപൂർണമായത് 11 റക്അത്താണ്. നമ്മൾ ഈ 3 പോലും കഴിഞ്ഞ റമദാനിൽ നിസ്കരിച്ചത് ഇപ്പോൾ ഒഴിവാക്കിയിട്ടാണ് ഉള്ളത്. അതൊക്കെ നമ്മൾ ഇപ്പോഴേ തുടങ്ങണം സഹോദരങ്ങളെ. ദുഹാ നമസ്കാരം തുടങ്ങണം, തഹജ്ജുദ് പതിവാക്കണം, ഔറാദുകൾ ശക്തിപ്പെടുത്തണം, ഇബാദത്തുകൾക്ക് മൂർച്ച കൂട്ടണം, ഫർദ് നമസ്കാരങ്ങൾക്ക് മുമ്പ് ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകൾ ഗൗരവിക്കണം. ഒരൊറ്റ നമസ്കാരങ്ങൾ പോലും നമ്മൾ പാഴാക്കി കളയരുത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്നിട്ടോ ഹൃദയത്തെ നന്നാക്കാൻ ഖുർആൻ നല്ലതുപോലെ ഓതണം. ഒരൊറ്റ ഹദീസ് പറഞ്ഞിട്ട് ദുആയിലേക്ക് കടക്കാൻ. കേട്ടോ ഹദീസ്.
قال رسول الله صلى الله عليه وسلم സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ് ഇന്ന ഹാദിൽ ഖുലൂബ തസ്തഉൽ ഹദീദു ഇരുമ്പ് തന്നെ തുരുമ്പ് പിടിക്കുന്ന പോലെ മനുഷ്യാമാനവ നമ്മുടെ ഹൃദയത്തിന് കറ പിടിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇരുമ്പിന് തുരുമ്പ് പിടിക്കുന്നത് പോലെ മനുഷ്യനതാകുന്ന ഹൃദയത്തിന് കറ പിടിക്കുകയെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഖീല വമാ ജിലാഉഹാ യാ റസൂലല്ലാഹ്. സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നബിയേ നബിയേ, ഇരുമ്പ് പിടിച്ചാൽ അതിനെ കളയാനുള്ള മാർഗം ഞങ്ങൾക്കറിയാം, എന്നാൽ ഹൃദയത്തിന് ക്ലാവ് പിടിച്ചാൽ, ഹൃദയത്തിന് കറ പിടിച്ചാൽ അതിനെ എങ്ങനെയാണ് നന്നാക്കുക റസൂലേ? ഹൃദയത്തിൽ തെളിക്കാനുള്ള മാർഗമെന്ന് പറഞ്ഞു തരുമോ ഹബീബേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, രണ്ട് കാര്യങ്ങൾ കൊണ്ട് സാധിക്കും സ്വഹാബ. അവനവൻ സ്വന്തം ചിന്തിക്കണം, ഞാൻ മരിക്കേണ്ടവനാണ്, അടുത്ത സെക്കൻഡിൽ മരിക്കേണ്ടതാണ്. മരണത്തെ കുറിച്ചുള്ള ചിന്ത നിന്റെ ഹൃദയം തെളിയാൻ ഹേതുവാകുന്നു. രണ്ടാമത്തത് തിലാവത്തുൽ ഖുർആൻ. ഖുർആനിന്റെ പാരായണമാണ്, ഖുർആനിന്റെ ഓതലാണ്. ഖുർആനുമായിട്ടുള്ള ബന്ധം, അതിന്റെ ഓത്തിന്റെ ആധിക്യം കൂടുന്നു. ഹൃദയം തെളിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ജനങ്ങളോട് വെറുപ്പുണ്ടാകുന്നത്, അവരോട് വൈര്യമുണ്ടാകുന്നത്, അവരോട് വിദ്വേഷമുണ്ടാകുന്നത്, അവരോട് അസൂയ ഉണ്ടാകുന്നത്, അവരോട് വെറുപ്പും വിദ്വേഷവും ഉണ്ടായി അത് മനസ്സിൽ വെച്ചുകൊണ്ട് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നത്, ഇതിനെല്ലാത്തിനും കാരണം ഖുർആന്റെ ഓതലിന്റെ കുറവാണ്. ഖുർആൻ പാരായണം ചെയ്യുന്ന ഹൃദയം തെളിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖുർആൻ നല്ലതുപോലെ ഓതണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ ഇബ്നു റജബിൽ ഹംബലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടുകയാണ്, വകാനൽ മുസ്ലിമൂന ഇൻകബു അലൽ മസാഹിഫി ഇദാ ദഖല ശഅബാൻ. പരിശുദ്ധമായ ശഅബാൻ മാസം കടന്നു വരുമ്പോൾ തന്നെ മുസ്ലിമീങ്ങളായ മുൻഗാമികളായ സഹാബത്തിന്റെ ശൈലിയുണ്ട്, അവർ ഖുർആനിലേക്ക് മുഖം കുത്തി വീഴുന്നവരാണ്. അയ്യഖറഊനൽ ഖുർആന മർറാത് ഖുർആൻ ആവർത്തിച്ച് ഓതുമേ. ഖുർആൻ ഖത്മ തീർക്കാൻ അവർ സമയം മാറ്റുകയാണ്. എപ്പോൾ ശഅബാൻ വരുമ്പോൾ അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ശഅബാനിൽ എന്താ കൂടുതൽ അധികരിപ്പിക്കേണ്ടത്? ഖുർആനോത്ത് അധികരിപ്പിക്കണം. അപ്പൊ റമദാൻ വേണ്ട സാർ, റമദാനിൽ കൂട്ടണം. ഇപ്പോഴേ തുടങ്ങാണ്. ഇൻകബു അലൽ മസാഹിഫ് എന്നാണ്. മുസാഹിഫിന്റെ മേൽ മുഖം കുത്തി വീഴാന്ന് പറഞ്ഞാൽ യഖറഊനൽ ഖുർആന മർറാത്തിൻ ബഅദ മർറാത്ത്. ഫർദ് നിസ്കരിക്കുന്നു, കാര്യങ്ങൾ നടക്കുന്നു, പിന്നെ ഖുർആനോത്ത് തന്നെ പരിപാടി. അവര് ശഅബാനായപ്പോഴേ തുടങ്ങി. നമ്മൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല. റമദാനിൽ തന്നെ നമ്മൾ പുറകോട്ടാ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് റമദാനിന് വേണ്ടി ഒരുങ്ങി തയ്യാറെടുക്കേണ്ടത് റജബ് മുതൽക്കേ തുടങ്ങണം. അപ്പൊ നമ്മൾ ശഅബാൻ ഭോജനം ചെയ്യും. എങ്ങനെ തുടങ്ങണം? റജബ് മാസത്തിൽ നിസ്കാരത്തെ സുഖം ചെയ്ത് ശരീരത്തെ ശുദ്ധീകരണം നടത്തണം. ശഅബാൻ മാസത്തിൽ ഹൃദയത്തെ നന്നാക്കിയിട്ട് പരിശുദ്ധമായ ശഅബാനിലൂടെ നമ്മൾ റമദാനിലേക്ക് കടക്കണം. റമദാനിലോ നോമ്പ് നല്ല റാഹത്തായി നോറ്റ്, കലർപ്പില്ലാത്ത നല്ല നോമ്പ് നോറ്റുകൊണ്ട് ആത്മാവിനെ ശുദ്ധിയാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റമദാൻ ആത്മാവിനെ ശുദ്ധീകരണം നടത്തേണ്ട മാസമാണ്. നമ്മൾ ഇതൊക്കെ ചെയ്തെങ്കിലേ ഉള്ളൂ റമദാൻ നമുക്ക് ഉപകരിക്കുള്ളൂ. ഇപ്പോഴേ തുടങ്ങണം. ഖുർആനോത്തും നിസ്കാരമൊക്കെ കറക്റ്റ് ആക്കണം. പുരുഷന്മാർ 5 വഖത്ത് ജമാഅത്ത് ശീലിക്കണം. വാപ്പ പള്ളിയിലേക്ക് പോകുമ്പോൾ മകനെ കൂടി കൊണ്ടുവരണം. ഉമ്മ ഒരു വഖത്തിന് മകളെ കൂടി നമസ്കരിപ്പിക്കണം. നല്ലതുപോലെ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലം നമുക്കറിയാം, മക്കളൊക്കെ തിന്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. കള്ളും കഞ്ചാവും ലഹരിയും MDMA യും LSD അടക്കം ഉപയോഗിച്ച് കൊലപാതകങ്ങൾ വരെ മക്കൾ ചെയ്യുന്ന കാലഘട്ടം.
സ്വന്തം ഉമ്മയെ കൊടുവാള് കൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ച് ഉമ്മയെ കൊന്നുകളഞ്ഞ മകനോട് ചോദിച്ചു, എന്നേ മുസ്ലിമായ മകനെ നീ ഇത് ചെയ്തത്? അപ്പോൾ അവൻ കൊടുത്ത മറുപടി, എനിക്ക് ജന്മം നൽകിയതിന്റെ പേരിൽ കൊടുത്ത ശിക്ഷയാണ്. സ്വന്തം ഉമ്മയെ കൊടുവാള് കൊണ്ട് വെട്ടിക്കൊന്നു ഒരു മകൻ. കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ കൊടുങ്ങല്ലൂരിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ ഉള്ളൂ, ഉമ്മയുടേതാകുന്ന കഴുത്തിലേക്ക് കോഴി അറക്കുന്ന കത്തി വെച്ചിട്ട് കഴുത്ത് മുറിച്ച് 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 ഉമ്മയെ ഉപദ്രവിക്കുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്ക്. എന്താണ് ഇതൊക്കെ? പുതിയ തലമുറ നമുക്ക് നൽകുന്ന പാഠമാണ്. പുതിയ ജനറേഷൻ, ന്യൂ ജൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഓമനപ്പേര് വിട്ടിട്ട് വിളിക്കുന്ന മക്കൾ ഒക്കെ തിന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന മക്കളായി മാറി. അള്ളാഹുവിനെ ഓർക്കാൻ സമയമില്ല, റബ്ബില്ല എന്ന് വാദിക്കുന്ന നിരീശ്വരവാദികളായി, യുക്തിവാദികളായി നമ്മുടെ മക്കൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മക്കളെ നിസ്കാരമുള്ളവരാക്കി, നന്മയുടെ വക്താക്കളാക്കി, എല്ലാ തിന്മയിലും ഒഴിഞ്ഞു മാറി നിൽക്കാൻ മക്കളെ സഹായിക്കാൻ വാപ്പയും ഉമ്മയും തയ്യാറാകണം. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. അതിന്റെ മേൽ ക്ഷമിച്ചും സഹിച്ചും നിങ്ങൾ നിലകൊള്ളണം. എന്നാൽ നിങ്ങൾക്ക് ഞാൻ റിസ്ക് നൽകും. നിങ്ങളുടെ അന്ത്യം വിജയിക്കും ചെയ്യുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഈ സംഗമവും ഈ സദുദ്യമവും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമ്മെ ഏവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അപകടങ്ങളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, ദുരന്തങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാല വിപത്തുകളെ തൊട്ട് അള്ളാഹു നമുക്ക് എല്ലാവർക്കും കാവൽ നസീബാക്കുമാറാവട്ടെ.